ബാക്ക് ടു ഹലോ മോംസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു അയല ഫ്രൈ ആയിട്ടാണ്. അയല ഫ്രൈ അല്ല, അയല പൊള്ളിച്ചെടുത്തതാട്ടോ. അപ്പോൾ ഇത് എൻ്റെ തന്നെ ഒരു റെസിപ്പിയാണ്. ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ അയല എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുള്ള 3 അയല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ ഞാനിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത്, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സുർക്കയും കൂടി വിനീഗറും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി, എന്നാലേ അയലൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതിൻ്റെ മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം മസാല കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതൊരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഓരോ അയലകളിങ്ങനെ നിരത്തി നിരത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയെന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അയല മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്ട് നോക്കുക. അപ്പോൾ ഇനി അതവിടെ കിടന്നിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 തക്കാളിയാണിത്, അതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെജിറ്റബിളായിട്ട് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇതാ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലും അരയാനെല്ലാം ബാക്കിയുണ്ടോയെന്നെല്ലാം നോക്കുക. അപ്പോൾ പിന്നെ ഞാൻ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മീൻ പോയി വയ്ക്കിയപ്പോൾ മീനൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഈ വെറും ഇതിൻ്റെ മസാല മാത്രം മതി ചോറെല്ലാം തിന്നാൻ വേണ്ടിയിട്ട്, വേറെ അഡീഷണലായിട്ട് കറിയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ മീനെല്ലാം നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എടുക്കുമ്പോഴെല്ലാം നല്ലോണം സൂക്ഷിക്കുക, പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇവിടെ മീനെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത് കുറച്ച് കൂടുതൽ ഓയിലുണ്ടായപ്പോൾ അതിന് ഞാൻ കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച ടേസ്റ്റിലൊന്ന് മാറണം, എന്നാലിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സവാള ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറും കൂടി ആട്ടോ ചേർത്ത് കൊടുത്തത്. കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും
അപ്പോൾ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെ ഗ്രേവി എല്ലാം ഇവിടെ ഏകദേശം വെള്ളയിലും വറ്റിയിട്ട് ഇങ്ങനെ വന്നീന്. എന്നാലും ഇത് കുറച്ചും കൂടി ഒന്ന് കിടന്നിട്ട് ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ആ ഉള്ളിയൊക്കെ ഒന്നൊരു ട്രാൻസ്പെറൻറ്റ് പോലെ ആയിട്ട് വരണം. കരിഞ്ഞു പോകാണ്ടക്കാൻ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് നല്ലതാട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഇനി ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അയല ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ആ അയലൻ്റെ മേലേക്ക് ഈ മസാല ഒക്കെ ഒന്ന് ആവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. എന്നും നമ്മൾ സാധാ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഇപ്പോൾ ഫിഷ് ഫ്രൈ എല്ലാം ഇവിടെ മസാലയിൽ കിടന്നിട്ട് ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെ ഈ ഒരു വാഴൻ്റെ ഇല വാട്ടിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് മസാലയും പിന്നെ ഫിഷ് ഫ്രൈയും അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്യണം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാതും ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അങ്ങനെ 3 അയലയെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ കെട്ടും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ കീ പൊറാട്ടക്ക് എന്താ പറയുക, ഇങ്ങനെ കീ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കീ പൊറാട്ടൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഇതിൻ്റെ മേലായിട്ട് അതിൻ്റെ റെസിപ്പി കൊടുക്കുക. അപ്പോൾ ഒന്ന് പോയിട്ട് കാണണേ. അപ്പോൾ ഏകദേശം ഒരു സൈഡെല്ലാം ഇങ്ങനെ ആയി വരുന്നതെന്ന് കണ്ടപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ല, ബാക്ക് സൈഡിൽ ഇങ്ങനെ കളറ് മാറിയിട്ട് വന്നത്. അങ്ങനെ ഇതാ ഇപ്പം നമ്മൾ മീൻ പൊള്ളിച്ചതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് എന്തേനു എങ്ങനെയേനു എന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്